നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, പിതാവായ ദൈവമാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കെല്ലാം പിതാവ് നിത്യജീവൻ നൽകും. അവർക്ക് പിന്നെ ന്യായവിധിയില്ല. അവർ ന്യായവിധിയിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കും. ഇത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. കാരണം ലോകത്തിലെ സകല മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരു പുരുഷായുസ് മുഴുവൻ അതത് മതത്തിൽ അവർ കൽപ്പിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളും ധർമ്മോപദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് അവസാനം മോക്ഷം അല്ലെങ്കിൽ സ്വർഗം ഇതൊക്കെ ലഭിക്കുന്നത്. അതിനെ വീഴ്ച വരുത്തുന്ന ആളുകൾക്ക് നരകം. യഹൂദന്മാരുടെ പ്രമാണവും അങ്ങനെ തന്നെയാണ്. അതായത് അവർക്ക് ദൈവം നൽകിയ ന്യായപ്രമാണം അല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കമായ 10 കൽപ്പന, അത് ബാല്യം മുതൽ വാർദ്ധക്യം വരെ അല്ലെങ്കിൽ മരണം വരെ തെറ്റുകൂടാതെ അനുസരിക്കണം. അതാണ് അവർ ആയുസ്സിൽ ഒരിക്കലും കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അവരപ്പനെയമ്മയും ബഹുമാനിക്കണം, അവർ കള്ളസത്യം ചെയ്യരുത്, അവർ ചതിക്കരുത്, അങ്ങനെ മരണം വരെ അനുസരിക്കണം. അതായത് യഹൂദന്മാർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ദൈവം യജമാനൻ. അപ്പോൾ യജമാനനായ ദൈവത്തെ മരണം വരെ അനുസരിക്കണം. 8-ാം നാളിൽ അവരൊക്കെ പരിച്ഛേദനയ്ക്ക് വിധേയപ്പെടണം. എല്ലാ ശനിയാഴ്ചകളിലും അവർ സ്വസ്ഥമായി ശബത്ത് അനുസരിക്കണം. അതുപോലെ അവർ തങ്ങളുടെ ദശാംശവും തങ്ങളുടെ വഴിപാടുകളുമെല്ലാം ദേവാലയത്തിൽ കൊണ്ടുചെല്ലണം. 7 പെരുന്നാളുകൾ അവർ ആചരിക്കണം. 5 യാഗങ്ങൾക്ക് അവർ വിധേയപ്പെടണം. അവർ യെരുശലേം ദേവാലയത്തിൽ വർഷത്തിൽ 3 തവണ എങ്കിലും ചെന്നിരിക്കണം. അത് മരിക്കുന്നവരെയാണ്. അങ്ങനെ ചെയ്താലേ പഴയ നിയമം അനുസരിച്ച് യഹൂദന് രക്ഷയുള്ളൂ. പക്ഷേ യേശു യഹൂദന്മാരോട് പറയുകയാണ്, ഒറ്റ നിമിഷം കൊണ്ട് സ്വർഗം കിട്ടും, നിത്യജീവൻ കിട്ടും. ഇത് അവിശ്വസനീയമാണ്. കാരണം ലോകത്തിലെ ഒരു മതത്തിലും അങ്ങനെ ഒരു കാര്യമില്ല. ഒരു കാര്യം മാത്രം ചെയ്യുന്നതിനാൽ സ്വർഗം മോക്ഷം കിട്ടും എന്ന് ഒരു മതവും ലോകത്തിൽ പഠിപ്പിക്കുന്നില്ല. പക്ഷേ യേശു പറയുന്നത് ഒറ്റ കാര്യം ചെയ്താൽ മതി. അതെന്താണ്? പിതാവായ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനാണ് എന്നെ അയച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിത്യജീവൻ കിട്ടിക്കഴിഞ്ഞു. നിത്യജീവൻ ഉണ്ടാകുമെന്നല്ല. ആമേൻ ആമേൻ, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പല കാര്യം പറയുമ്പോഴും ആമേൻ ആമേൻ എന്ന് ആദ്യം പറയും, അല്ലെങ്കിൽ 2 പ്രാവശ്യം സത്യമായി സത്യമായിട്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ സത്യമാണ്, മറ്റു കാര്യങ്ങൾക്കകത്തൊക്കെ ശകലം വ്യാജമുണ്ടെന്നല്ല. ആ യൂസേജിൻ്റെ അർത്ഥം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും അത് സത്യമാണെന്ന്. അപ്പോൾ യേശു പറയുന്നത്, അതായത് ഒരു പുരുഷായുസ് മുഴുവൻ സുവിശേഷം അനുസരിച്ച് യേശു ജീവിച്ച പോലെ ജീവിക്കുകയും യേശു പറഞ്ഞ പോലെ പറയുകയും യേശു നോക്കിയ പോലെ നോക്കുകയും യേശു കേട്ടതുപോലെ കേൾക്കുകയും ഒക്കെ ചെയ്ത് യേശുവിനെ അനുകരിച്ച് മരണം വരെ ജീവിക്കുന്നതിനാലല്ല ആത്മരക്ഷയും നിത്യജീവനും. പിതാവായ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്, അല്ലെങ്കിൽ പുത്രൻ തമ്പുരാനെ ഈ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് അയച്ചതെന്ന് വിശ്വസിച്ച് ആ യേശുവിനെ കൈക്കൊള്ളുന്ന ആ നിമിഷത്തിൽ പിതാവ് പ്രസാദിക്കുകയാണ്, നിത്യജീവൻ നൽകുകയാണ്. അവിടെ നരകം മാറുകയാണ്. അവർ ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായിട്ട് മാറുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം നൽകി. യഹൂദന്മാരെ സംബന്ധിച്ച് അവരാരും ദൈവമക്കളെന്നുള്ള പദവി ലഭിച്ചവരല്ല. അവർക്ക് ദൈവം യജമാനനും അവർ ദാസന്മാരുമാണ്. എന്നാൽ
യേശുക്രിസ്തു നമുക്കായി കുരിശിൽ യാഗമായ, നമുക്കായി ദൈവകുഞ്ഞാടായ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം മനുഷ്യവർക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയച്ചതാണ് എന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ ആ ദാനമായ യേശുവിനെ സ്വീകരിക്കുന്ന ഏതൊരാളിലും ദൈവം പ്രസാദിച്ച് വിദ്യാഭ്യാസവും നോക്കത്തില്ല, മതവും നോക്കത്തില്ല, സഭയും നോക്കത്തില്ല, പണവും നോക്കത്തില്ല, പൂർവ്വകാല പാപങ്ങളും നോക്കത്തില്ല. യേശുവിനെ, ദൈവത്തിൻ്റെ പറഞ്ഞു തരാത്ത ആ ദാനത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാനുള്ള വിശ്വാസം ആർക്കൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ ന്യായവിധി ഒറ്റ നിമിഷം കൊണ്ട് മാറുകയാണ്. അവർ ഒറ്റ നിമിഷം കൊണ്ട് ദൈവമക്കളായി തീരുകയാണ്. ഇത് ഈ സുവിശേഷക്കാരായ, സുവിശേഷ സഭക്കാരായ, ഇവാഞ്ചലിക്കൽസായ പലർക്കും പോലും ഇത് ഒരു നിറമുട്ടിയാണ്. അവർ പറയുന്നത് യഹൂദന്മാര് ന്യായപ്രമാണം മരണം വരെ ആചരിക്കണം, നമ്മൾ ക്രിസ്തു പറഞ്ഞതെല്ലാം മരണം വരെ അനുസരിച്ചാലല്ലേ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ മനുഷ്യന് കഴിയൂ. ഈ സുവിശേഷം നിരസിക്കപ്പെടുന്നത്, അവഗണിക്കപ്പെടുന്നത്, നിഷ്ഫലമായി തീരുന്നത് അതിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ടാണ്, അതിൻ്റെ ലാളിത്യം കൊണ്ടാണ്. നാം ഒന്നും മുടക്കേണ്ട, 5 പൈസ മുടക്കേണ്ട, നാം ഒരു തീർത്ഥയാത്ര നടത്തേണ്ട, വഴിപാടുകൾ കഴിക്കേണ്ട, ദശാംശം കൊടുക്കേണ്ട, സ്തോത്രകാഴ്ച കൊടുക്കേണ്ട. ഒറ്റ കാര്യം, പിതാവായ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കുവാനാണ് പുത്രൻ തമ്പുരാനെ ഭൂമിയിൽ അയച്ചത്, എൻ്റെ നരകം അനുഭവിക്കാനാണ്, എനിക്ക് വേണ്ടി യാഗമാകാനാണ് എന്ന് സമ്മതിക്കുന്ന ആൾ ആ ഒരൊറ്റ നിമിഷത്തിൽ ഒരു ഇരുട്ടുമുറിയിലേക്ക് ഒരു തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ, ഇരുട്ടൊറ്റ നിമിഷം കൊണ്ട് അകലുന്നത് പോലെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഒരു വിശ്വാസി വരികയാണ്. ഒരു ജനനം നടക്കുകയാണ്. ഒരു ദിവസമാണുള്ളൊരു കുഞ്ഞ് ജനിക്കുന്നത്. അതുപോലെ അവൻ സ്വർഗത്തിൻ്റെ അവകാശിയായിട്ട് പിറന്നു വീഴുകയാണ്, വീണ്ടും ജനിക്കുകയാണ്. ഇതാണ് യേശു പറഞ്ഞത്. ഒറ്റ നിമിഷം കൊണ്ട് ന്യായവിധി മാറി, ഒറ്റ നിമിഷം കൊണ്ട് ദൈവമക്കളാകുന്നു, നിത്യജീവൻ പ്രാപിക്കുന്നു. എന്താണ് ഇനി ചെയ്യേണ്ടത്? പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ രക്ഷിക്കുവാൻ, നമ്മുടെ നരകം അനുഭവിക്കാൻ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇത് അംഗീകരിച്ചാൽ, പിതാവെ അങ്ങ് ലോകത്തെ സ്നേഹിച്ചു, എന്നെയും സ്നേഹിച്ചു, എൻ്റെ നരകവും കൂടി അങ്ങയുടെ പുത്രൻ്റെ മേൽ കൊടുത്തു, ഞാൻ അതിൽ ആശ്രയിക്കുന്നു, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ അങ്ങയെ മാത്രം സ്നേഹിച്ച് ജീവിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം സ്വർഗം സന്തോഷിക്കുകയാണ്. ആ നിമിഷം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുകയാണ്. നിങ്ങളുടെ നരകവിധി മാറുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി ആ ന്യായവിധിയുടെ 7 മുദ്രയുള്ള പുസ്തകം തുറക്കപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ന്യായവിധി യേശു അനുഭവിച്ചതുകൊണ്ട് നിങ്ങൾക്കിനി ന്യായവിധിയില്ല. ഈ വിലയേറിയ സത്യം മനസ്സിലാക്കുവാൻ ദൈവം അവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.